മർത്തമറിയം വനിതാ സമാജത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ട്. 1928 മർത്തമറിയം വനിതാ സമാജം ആരംഭിച്ചു. ആദ്യ സമ്മേളനം കവിയൂർ സ്ലീബ പള്ളിയിൽ വെച്ച് ഫാദർ ബെർസ്കീപ്പായുടെ അധ്യക്ഷതയിൽ കൂടി. മർത്തമറിയം സമാജത്തിന് ഒരു ഭരണഘടന രൂപീകരിച്ചത് അലക്സിയോസ് മാർ തെവോദോസിയോസ് തിരുമേനിയും അഡ്വക്കേറ്റ് E.J. ഫിലിപ്പോസ് ഇലഞ്ഞിക്കലും ചേർന്നാണ്. അത് അന്നത്തെ കാതോലിക്കയായിരുന്ന മൊറാൻമാർ ബെസേലിയോസ് കീവർഗീസ് ദ്വിതീയൻ അഥവാ കുറിച്ചി ബാവ അംഗീകരിച്ചു. 1966 അന്നത്തെ പ്രസിഡന്റ് തിരുമേനിയുടെ അനുവാദത്തോടുകൂടി ആദർശവാക്യമായി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രകാശിക്കുക എന്ന് നിശ്ചയിക്കുകയും അതനുസരിച്ച് ഒരു എംബ്ലം വേണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കുന്ന സ്ത്രീയും തേനീച്ചക്കൂടിന്മേൽ പണിയുന്നതും 3 ശാഖകളുള്ള ഒരു മെഴുകുതിരിക്കാലിൽ തിരികൾ കത്തുന്നതും അടയാളമാക്കി വെച്ചു. 1981 സമാജത്തിന്റെ പോഷക ഘടകമായി പ്രവർത്തിക്കുന്നതിന് ബാലികാ സമാജം ആരംഭിച്ചു. അതേ വർഷം തന്നെ സമാജത്തിന് ഒരു കേന്ദ്ര പരീക്ഷയും ആരംഭിച്ചു. 1983 പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനിയുടെ കൽപ്പന പ്രകാരം കേന്ദ്രമന്ദിരം പണിയുവാൻ കഞ്ഞിക്കുഴിയിൽ സ്ഥലം വാങ്ങുകയും 1987 ഏപ്രിൽ 27 അത് കൂദാശ നടത്തുകയും ചെയ്തു. 1988 പരിശുദ്ധ സുനോഹദോസ് പള്ളി ആരാധനയിൽ സ്ത്രീകൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പഴയ നിയമം വായിക്കുവാനും മാമോദീസായ്ക്ക് ശേഷം പെൺകുഞ്ഞുങ്ങളെ ത്രോണോസ് മുത്തിക്കുവാനുമുള്ള അംഗീകാരം കൊടുത്തു. 1997 സമാജത്തിന്റെ പ്രഥമ സ്മരണിക പ്രസിദ്ധീകരിച്ചു. 2005 നാഗപൂർ സെമിനാരിയിൽ വേദശാസ്ത്ര പഠനത്തിന് സ്ത്രീകൾക്ക് അനുവാദം കൊടുത്തു. 2006 പ്ലാറ്റിനം ജൂബിലി ബോംബെ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ബോംബെ ന്യൂ വാഷിയിൽ വെച്ച് നടത്തി. 2007 പൊതുയോഗത്തിൽ നിരീക്ഷകരായി പങ്കെടുക്കുവാൻ സ്ത്രീകൾക്ക് അനുവാദം കൊടുത്തുകൊണ്ടുള്ള കൽപ്പന അന്നത്തെ ബാവ തിരുമേനി പുറപ്പെടുവിച്ചു. 2008 വേദവായന കാർഡ് വിതരണം ചെയ്തു. 2009 വനിതകളുടെ സാമ്പത്തികവും സാംസ്കാരികവുമായ ഉന്നമനം ലക്ഷ്യമാക്കി സമാജത്തിനോട് ചേർന്ന് ആരംഭിച്ച സ്വയം സഹായ സംഘമാണ് നവജ്യോതി മോംസ്. 2011 അഷ്ടദശതി 80-ാം വർഷം സമ്മേളനം പരുമലയിൽ വെച്ച് നടത്തപ്പെട്ടു. 2011 നവംബർ മാസം 21-ാം തീയതി പരിശുദ്ധ ബാവ തിരുമേനിയുടെ കൽപ്പന പ്രകാരം 21 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്ക് ഇടവക യോഗത്തിൽ അംഗത്വം നൽകുകയും ഇടവക തലത്തിൽ ഭരണരംഗങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട് പ്രവർത്തിക്കുവാൻ അവകാശം നൽകുകയും ചെയ്തു. 2012 ഒക്ടോബറിൽ വനിതാ ദീപ്തി ആരംഭിച്ചു. 2013 സെപ്റ്റംബർ 19 സ്നേഹത്തിന്റെയും സ്വാന്തനത്തിന്റെയും സ്പർശമായി സ്നേഹസ്പർശം ആരംഭിച്ചു. 2014 സമാജത്തിന്റെ പോഷക ഘടകമായി പ്രവർത്തിക്കുന്നതിന് ചൈതന്യ കൂട്ടായ്മ രൂപീകരിച്ചു. 2018 മെയ് 30-ാം തീയതി സമാജത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന കവിയൂർ സ്ലീബ പള്ളിയിൽ വെച്ച് നവതി ആഘോഷം നടത്തപ്പെട്ടു. 2019 നവജ്യോതി മോംസ് സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കുന്നതിനുള്ള അംഗീകാരം കൊടുത്തു. 2022 സഹോദരൻ സാമൂഹ്യ സേവന പദ്ധതി ആരംഭിച്ചു. സമാജ ദിനമായി ആചരിക്കുന്നത് ശൂനോയ പെരുന്നാൾ ദിനമായ ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. സമാജത്തിന്റെ മുൻ പ്രസിഡന്റുമാർ 1928 സമാജം ആരംഭിച്ചപ്പോൾ പ്രസിഡന്റായിരുന്നതും സമാജത്തിന്റെ ശില്പികളിൽ പ്രധാനിയുമാണ് പാത്താമുട്ടത്ത് MC കുര്യാക്കോസ് റമ്പാൻ. അതിനുശേഷം ഗിവ്രീസ് മാർ ഫീലക്സീനോസ് തിരുമേനി അഥവാ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയാണ് സമാജത്തിന്റെ പ്രസിഡന്റായത്. അതിനുശേഷം കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് പാമ്പാടി തിരുമേനിയാണ് പ്രസിഡന്റായത്. അതിനുശേഷം 1964 വരെ അലക്സിയോസ് മാർ തെവോദോസിയോസ് തിരുമേനിയാണ് സമാജത്തിന്റെ പ്രസിഡന്റ് പദവി വഹിച്ചത്.
1964 മുതൽ 75 വരെ പാറേട്ട് മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനി, 1975 മുതൽ 78 വരെ യുഹാനോൻ മാർ സേവേറിയോസ് തിരുമേനി, 1978 മുതൽ 92 വരെ മാത്യൂസ് മാർ ബർണബാസ് തിരുമേനി, 92 മുതൽ 95 വരെ സക്കറിയാസ് മാർ അന്തോണിയോസ് തിരുമേനി. 1995 മുതൽ 2002 വരെ പൗലോസ് മാർ പക്കോമിയോസ് തിരുമേനി, 2002 മുതൽ 2007 വരെ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി, 2007 മുതൽ 2012 വരെ സക്കറിയാസ് മാർ തെയോഫിലോസ് തിരുമേനി, 2012 മുതൽ 17 വരെ യുഹാനോൻ മാർ തെവോദോറോസ് തിരുമേനി, 2017 മുതൽ 2022 വരെ യുഹാനോൻ മാർ പോളികർപ്പോസ് തിരുമേനി, 2022 മുതൽ ഇപ്പോൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമാജത്തിൻ്റെ പ്രസിഡന്റാണ് യുഹാനോൻ മാർ ദിയോസ്കോറോസ് തിരുമേനി. സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറിമാർ. സമാജത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി 1928 മുതൽ 1964 വരെ 36 വർഷം സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് ശ്രീമതി KM അന്നമ്മ മദർ ഹന്നയാണ്. തൻ്റെ നിസ്തുലമായ സേവനം മൂലം സമാജത്തെ കെട്ടുറപ്പുള്ള ഒരു സംഘടനയായി വളർത്തി വേരുറപ്പിക്കുവാൻ മദർ ഹന്നയ്ക്ക് സാധിച്ചു. അതിനുശേഷം 1964 മുതൽ 1993 വരെ ഏകദേശം 29 വർഷക്കാലം സമാജത്തെ നയിച്ചത് ആലീസ് മാണിയാണ്. ഓർത്തഡോക്സ് സഭയിലെ ആദ്യ BD ബിരുദധാരിണിയാണ് ആലീസ് മാണി. 1993 മുതൽ 2012 വരെ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് ശ്രീമതി അക്കാമ പോളാണ്. 94 ശ്രീമതി അക്കാമ പോളിനെ AICCWൻ്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2012 മുതൽ ഇപ്പോൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർ മേരി മാത്യു ടീച്ചറാണ്. ഓഫീസ് ബേഴ്സ് ഓഫ് MMVS. പ്രസിഡന്റ് യുഹാനോൻ മാർ ദിയോസ്കോറോസ് തിരുമേനി, വൈസ് പ്രസിഡന്റ് ഫാദർ ഫിലിപ്പ് തരകൻ തേവലക്കര, ജനറൽ സെക്രട്ടറി പ്രൊഫസർ മേരി മാത്യു, ജോയിന്റ് സെക്രട്ടറി മിസിസ് വത്സമ്മ ചെറിയാൻ, ട്രഷറർ ആലീസ് കോശി, ഓഫീസ് സെക്രട്ടറി മോളി വർഗീസ്. Thank you for watching the video.